നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ FC ബാഴ്സലോണ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ ഇന്റർ മിലാനോട് 3-3 സമനിലയിൽ പിരിയുമ്പോൾ ആ കളിയിലും ഡിസിസീവായ പെർഫോമൻസ് ആണ് ബ്രസീലിയൻ താരം റാഫീഞ്ഞ നടത്തിയത്. ബാഴ്സയുടെ രണ്ടാമത്തെ ഗോൾ റാഫീഞ്ഞയുടെ അസിസ്റ്റിൽ നിന്നാണ് ഫെറാൻ ടോറസ് നേടുന്നത്. പിന്നെ സമനില ഗോൾ, വിജയ ഗോൾ എന്ന് പറയാനില്ല, സമനില ഗോൾ യാൻ സോമറുടെ ഓൺ ഗോൾ. ആ ഗോളിന്റെ എല്ലാ ക്രെഡിറ്റും റാഫീഞ്ഞക്കാണ്. അദ്ദേഹത്തിന്റെ കിടിലൻ ഷോട്ടിനെ തുടർന്നാണല്ലോ അത് വന്നത്. അപ്പോൾ റാഫീഞ്ഞ ഇന്നലെ ഒഫീഷ്യലി ഒരു ഗോൾ കോൺട്രിബ്യൂഷനാണ്, ആ ഒരു അസിസ്റ്റ്. അതോടുകൂടി സാക്ഷാൽ ലിയോ മെസ്സിയും മറികടന്നിരിക്കുന്നു. മെസ്സി FC ബാഴ്സലോണയ്ക്ക് വേണ്ടി ഒറ്റ ചാമ്പ്യൻസ് ലീഗ് സീസണിൽ നേടിയ ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻ്റെ കണക്കുണ്ടല്ലോ, അത് മറികടന്ന് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് ആ കാര്യത്തിൽ മെസ്സിയെ മറികടന്നുകൊണ്ട് അവിടെ ബാഴ്സയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻ ഒറ്റ സീസണിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടത്തിയതിൻ്റെ റെക്കോർഡ് റാഫീഞ്ഞ സ്വന്തമാക്കുന്നു. കൃത്യമായ കണക്കുകളിലേക്ക് പോകാം. UCL ചരിത്രത്തിൽ ആ കാര്യത്തിൽ ഒന്നാമതുള്ളത് ക്രിസ്ത്യാനോയാണ്. CR7 തൊട്ടരികിലാണ് ഇപ്പോൾ റാഫീഞ്ഞയുള്ളത്. അതെ, മെസ്സിയെ മറികടന്നു, CR7 തൊട്ടരികിൽ. കണക്കുകൾ കൃത്യമായിട്ട് നോക്കാം. ആകെ 3 പ്ലേയേഴ്സെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഒറ്റ സീസണിൽ 20+ ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ളൂ. ക്രിസ്ത്യാനോ റൊണാൾഡോ 2013-14 21 ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് ആ കാര്യത്തിൽ ഒന്നാമത്. 20 ഗോൾ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം തന്നെ 2015-16 സീസണിൽ നടത്തിയിട്ടുണ്ട്. റോബർട്ട് ലെവൻഡോസ്കി 2019-20 സീസണിൽ 20 ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ റാഫീഞ്ഞ 2024-25 സീസണിൽ 20 ഗോൾ കോൺട്രിബ്യൂഷനിലേക്ക് എത്തിയിരിക്കുന്നു. സോ 3 പേര്, CR7, റോബർട്ട് ലെവൻഡോസ്കി, റാഫീഞ്ഞ. റാഫീഞ്ഞ മറികടന്നിരിക്കുന്നതോ അത് സാക്ഷാൽ ലയണൽ മെസ്സിയെയാണ്. മെസ്സി ബാഴ്സലോണയ്ക്ക് വേണ്ടി ഏറ്റവും അധികം ഒരു സിംഗിൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തുന്ന റെക്കോർഡുമായിട്ട് നിൽക്കുകയായിരുന്നു. 19 അത് 2011-12 സീസണിലാണ്. അതാണ് ഇപ്പോൾ റാഫീഞ്ഞ ഈ സീസണിൽ മറികടന്നിരിക്കുന്നത്. യെസ്, മെസ്സിയെ മറികടന്നു കഴിഞ്ഞു. ഇനി ക്രിസ്ത്യാനോയുടെ തൊട്ടരികിലാണ്. എന്ത് സംഭവിക്കും? എന്തായാലും യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ രണ്ടാം പാദ മത്സരമുണ്ട്, സെമി രണ്ടാം പാദ മത്സരമുണ്ട്. മിനിമം അതെങ്കിലും റാഫീഞ്ഞയ്ക്ക് കളിക്കാനുണ്ട്. ഫൈനൽ കൂടി എത്തിയ 2 കളികൾ കിട്ടും. അങ്ങനെയെങ്കിൽ CR7 റെക്കോർഡും തകർന്നു വീണാൽ അത്ഭുതപ്പെടേണ്ടതില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ വരാം.